കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പാവം അംബികാദേവി ഇവിടുന്ന് വളരെ വിഷമിച്ച എടുത്തി പോയത്. ഇവളുടെ അച്ഛന് കണ്ണു നിറഞ്ഞ ഇവിടുന്ന് പോയത്. വല്യേട്ടനെ ഏട്ടതിയെയും വിഷയം വേണ്ടി വന്ന എന്റെ മോമിനെയും ഡാഡിനെയും അപമാനിച്ച് വേദനിപ്പിച്ച് പറഞ്ഞു വിട്ടില്ലേ? അവർക്ക് നല്ല ബഹുമാനാ നിങ്ങൾ കൊടുത്തത്. അതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ കാർത്തികേ, അയ്യോ കാർത്തികേ. അഭിനയത്തിൽ ഇവിടെ എന്നെക്കാൾ കേമി. എടി മോളെ വസു, അവരെന്തോ വിഷമം കൊണ്ട് നിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോന്ന് വെച്ചോ, ഉടനെ അത് അബിയുടെ ചെവിയിലെത്തിക്കണോ? ഏത് വീട്ടിൽ ഇതൊക്കെ നടക്കും? അയ്യോ ഇളയമേ, അദ്ദേഹത്തോട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതെ ഇളയമേ, ഞാനും വസുവും വീടിന് പുറത്തായിരുന്നത്. അവൾ അബിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഇളയമ്മ ആവശ്യമില്ലാതെ വസുവിനെ കുറ്റം പറയല്ലേ? എന്താടാ ഇത്? നിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. വസു അടുത്ത് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? ഏട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തയാ. അപ്പോ തെറ്റ് അവരുടെ ഭാഗത്താണെന്നോ? അവരല്ലേ ഇളയമ്മ വഴക്ക് ആദ്യം ഉണ്ടാക്കിയത്. ഏട്ടൻ പറഞ്ഞ പോലെ വസു എടുത്ത് എന്ത് ചെയ്ത അവർക്കെന്താ? ഡാ, അവര് നിന്റെ അമ്മാവനമ്മായിയാ. അതുകൊണ്ട് തന്നെയാ കാർത്തികയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അഭി പറഞ്ഞത്. അപ്പോ വസുവിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്നാണോ? ഇതിൽ വസുവിന്റെ എന്താ തെറ്റുള്ളത്? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. ഞാൻ സത്യ പറയുന്ന ഇളയമേ. നിർത്ത വസു. എല്ലാം നിന്റെ തെറ്റാ. ഞാൻ എന്ത് തെറ്റാ ചെയ്തമ്മേ? നീ പറഞ്ഞതല്ലെങ്കിൽ അബി എങ്ങനെ കാര്യം അറിഞ്ഞേ? വസു എന്റെ കൂടെ അമ്മ ഇരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചത് അബി കേട്ടു എന്നാ തോന്നുന്നേ. നിങ്ങൾ വാതിലിനോട് പോയി നിന്ന് സംസാരിക്കേണ്ട കാര്യം എന്താ? എല്ലാരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി വിഷമിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചെയ്യാത്ത തെറ്റിന് വഴക്ക് പറയുമ്പോ ഒരുപാട് വിഷമം തോന്നില്ല അമ്മേ? നീ എന്നു മുതലാ എന്റെ വാക്കിനെ എതിർത്ത് തുടങ്ങിയേ? എല്ലാത്തിനും വളം വെച്ച് കൊടുത്തത് ഏട്ടത്തിയാ. ഇളയമ്മ മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? അവരെന്തിനാ മിണ്ടാതിരിക്കുന്നേ? നീ ഈ വീട്ടിൽ വന്നിട്ട് എത്ര നാളായി? എപ്പോഴെങ്കിലും അബി ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വീട്ടിൽ വരുന്ന വിരുന്നുകാരോട് വഴക്ക് കൂടിയിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പ് അബി എങ്ങനായിരുന്നു അറിയാമോ? എന്നാ ഇപ്പോഴാണെങ്കിലോ? ഇന്നുവരെ ഒരു വഴക്കിലും തലയിടാത്ത അബി, മര്യാദയ്ക്ക് പെരുമാറിയിരുന്ന അബി, ഇന്ന് നീ കാരണം അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചു. നീ അവനോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ ഇങ്ങനെ റിയാക്ട് ചെയ്തേ? ദൈവ സത്യമായിട്ടും ഞാൻ പറയാമേ, അദ്ദേഹത്തിനോട് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടേയില്ല. ഞാൻ ഇപ്പം നടന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. നീ അബിയെ ഒരുപാട് മാറ്റിയെടുത്തു. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് അബിയോട് പറഞ്ഞ് അവന്റെ മനസ്സ് മുഴുവൻ നീ മാറ്റിക്കളഞ്ഞു. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വില ഉയർത്തിക്കാട്ടേണ്ടതിന് പകരം നാലാളുടെ മുന്നില്
ഇതുപോലെ അപമാനപ്പെടുത്താൻ ശ്രമിക്കരുത്. നീ പറയുന്നത് കേട്ടിട്ടാണ് അഭി നിനക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. ഭാസ്കറോ അഖിലോ ആരെങ്കിലും വാ തുറന്നത് നീ കണ്ടോ? അവരൊക്കെ മര്യാദയ്ക്ക് ഇരിക്കുമ്പോ അഭി എന്തിനാ വന്ന് ദേഷ്യപ്പെട്ടത്? എന്താ അമ്മ ഇത്? വസു പറഞ്ഞല്ലോ അവളല്ല അബിയോട് അറിയിച്ചതെന്ന്. നീ ഇടയ്ക്ക് കയറി സംസാരിക്കല്ലേ ഭാസ്കർ. നിങ്ങളുടെ വിവാഹ വാർഷികമാണിന്ന്. ആവശ്യമില്ലാതെ എന്റെ വായിന്ന് കേക്കരുത്. അങ്ങനെയൊന്നും അല്ല അമ്മേ. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ അഖിലേ? ഈ വീട്ടിലെല്ലാരും അവരവരുടെ സ്ഥാനത്തിരിക്കണം. അവരവരുടെ പരിധി മനസ്സിലാക്കി നിൽക്കണം. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് സ്വയം മനസ്സിലാക്കണം. എന്റെ അമ്മേ, എന്തൊരു സമാധാനം. നഴ്സറിയിൽ മണ്ണപ്പം ചുട്ട് നടന്നവൾ ഓഫീസിൽ പോന്നു. ഫാഷൻ ഡിസൈനിങ് പഠിച്ച എന്റെ ബേബി എച്ചിൽ പാത്രം കഴുകണമെന്നോ? ഒന്നുമില്ലാത്ത ഇവൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ ബേബിക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് എനിക്ക് പറയാം. അവൾ എന്ത് ചെയ്താലും നിങ്ങൾക്കെന്താ? അവൾക്ക് സ്വത്തില്ലെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇനി ഒരു തവണ കൂടി നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ ഇങ്ങനെ ആയിരിക്കില്ല മറുപടി. എല്ലാം നിന്റെ തെറ്റാ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ മനസ്സ് മുഴുവൻ നീ മാറ്റിക്കളഞ്ഞു. വീട്ടിൽ ആരും ഇല്ലാത്തതുപോലെ ഭയാനകമായ നിശബ്ദത ഇവിടെ ആകെ നിറഞ്ഞിരിക്കുന്നു. ഈ വീട് എങ്ങനെയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതുപോലെ ആയി. എപ്പോഴും ഇതുപോലെ ഉണ്ടാവണം. സന്തോഷം എന്നുള്ളത് ഇവിടെ ആർക്കും ഉണ്ടാവരുത്. ഞാൻ ഒഴികെ മറ്റെല്ലാവരും വേദനിക്കണം. വീട് ഇങ്ങനെയാകുമ്പോ എന്തൊരു സന്തോഷാണെന്നറിയോ? എന്തൊരു ഉത്സാഹമാണ്. എനിക്കിപ്പോ സന്തോഷായി. എന്താ ഉണ്ണി, എന്താ വിഷമിച്ചിരിക്കുന്നത്? രാത്രി എന്തിനാ പുറത്തിരിക്കുന്നത്? വീട്ടിലെല്ലാവരും ഒരുപാട് വിഷമിച്ചിരിക്കും അച്ഛാ. ആരും തന്നെ ഇവിടെ ഹാപ്പി അല്ല. ഇന്ന് വല്യച്ഛന്റെയും വല്യമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ? ഇന്ന് വൈകിട്ട് നല്ലതുപോലെ സെലിബ്രേറ്റ് ചെയ്യാന്ന് രാവിലെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു.
ഇപ്പൊ പോയി ചോദിച്ചപ്പോ ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ടാ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. എന്നാ പിന്നെ നമുക്കങ്ങ് സെലിബ്രേറ്റ് ചെയ്താലോ? ഓക്കെ, വാ വാ, കം കം. അഖിൽ, അഖിൽ, എന്താ ഏട്ടാ? അഖിൽ, ഏട്ടന്റെ ഏട്ടത്തിന്റെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, 10 മിനിറ്റിനുള്ളിൽ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കണം. ആൻഡ് ഐ വാണ്ട് എവറിബഡി ഹിയർ. ശരി, ഓക്കെ ഏട്ടാ. താങ്ക് യു അച്ഛാ. എന്താ ഇത്? കുറച്ചു മുമ്പല്ലേ ഈ വീട് മൂകമായിട്ടിരുന്നത്? പെട്ടെന്ന് ഈ സന്തോഷം എവിടുന്ന് വന്നു? ഏട്ടാ, എടുത്തേ ആ മാല എടുത്ത് അണിയിക്ക്. ഇപ്പൊ എന്തിനാ ഇതൊക്കെ? നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നമ്മൾ ഏതെങ്കിലും വർഷം സെലിബ്രേറ്റ് ചെയ്തിരുന്നിട്ടുണ്ടോ? പക്ഷെ ഈ വർഷം ഇറ്റ്സ് ഓക്കെ ഏട്ടത്തി. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വെറുതെ ഇന്നത്തെ സന്തോഷം വേണ്ടെന്ന് വെക്കണം ഏട്ടത്തി. ഐ എം റിയലി സോറി കാർത്തിക. നിന്റെ പാരന്റ്സിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചത് ഒരല്പം കൂടിപ്പോയി. Forget everything and be happy. ഏട്ടൻ സോറി പറഞ്ഞില്ലേ? നിനക്ക് സന്തോഷമായോ? എങ്ങനെ സന്തോഷം തോന്നാനാടാ? ഇളയും ഒന്ന് വാ അടച്ചു വെച്ചേ. ഏട്ടനും ഏട്ടത്തെയും ഈ മാല ഇടാൻ നോക്ക്. അമ്മേ, ഏട്ടനും ഏട്ടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടാൻ പോവാ. ശരി. വല്യമ്മ കേക്ക് കട്ട് ചെയ്യ്.
ഏട്ടനും ഏട്ടത്തിയും പൂപ്പന്ത് കളിക്കണം. അതൊന്നും വേണ്ടടാ. ഏട്ടാ ഏട്ടത്തി, ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ രണ്ടുപേരും എൻജോയ് യുവർ വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എൻജോയ്. നിക്കടാ. എന്താ അമ്മമ്മേ? ഈ പാർട്ടി നടക്കാൻ കാരണം നീയല്ലടാ? അല്ല, അച്ഛനാ. ഞാൻ അവിടെ വിഷമിച്ചിരുന്നപ്പോ അച്ഛൻ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ ചെയ്തു. നിനക്ക് വേണ്ടിയും നിന്റെ അമ്മയ്ക്ക് വേണ്ടിയും നിന്റെ ഡാഡി എന്തു വേണേലും ചെയ്യും തോന്നല്ലോ. അതുകൊണ്ടാ എനിക്ക് എന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടം. പക്ഷെ നിന്റെ അമ്മ വിഷമിക്കല്ലേടാ? വല്യച്ഛനും വല്യമ്മ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്? അമ്മമ്മയും വളരെ സന്തോഷത്തിലല്ലേ? ഞാൻ എങ്ങനെ സന്തോഷപ്പെട്ടിരിക്കാനാ? ഡിന്നർ കഴിച്ച നിങ്ങൾ എല്ലാവരുടെയും വയറ് നിറയും. നിങ്ങളോടൊപ്പം കഴിച്ച എന്റെ വയറ് എങ്ങനെ നിറയാനാടാ?